അടിമാലി ടൗണിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കണമെന്ന ആവശ്യം ശക്തിയാർജിക്കുന്നു. സമയാനുസൃതമായി ട്രാഫിക് പരിഷ്കരണം സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളേണ്ടുന്ന ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി പോലും വേണ്ടവിധം നടക്കുന്നില്ലെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. പാർക്കിംഗ് തോന്നുംപടിയായതോടെ ടൗണിലൂടെയുള്ള കാൽനട യാത്ര പോലും ദുഷ്കരമാണെന്നാണ് പരാതി. അടിമാലി ടൗണിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കുകയും കൃത്യമായ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്ന് തോന്നുംപടിയുള്ള വാഹന പാർക്കിംഗ് അടക്കം നിയന്ത്രിച്ച് ടൗണിലൂടെയുള്ള വാഹനയാത്രയും കാൽനടയാത്രയും ഒരേപോലെ സുഗമമാക്കണമെന്നുള്ള ആവശ്യം കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും ശാശ്വതമായ ഒരു പരിഹാരമുണ്ടായിട്ടില്ല. ടൗണിലൂടെ കടന്നുപോകുന്ന ഇരു ദേശീയപാതയോരങ്ങളിലും നോ പാർക്കിംഗ് കേന്ദ്രങ്ങളിലുമൊക്കെ തോന്നുംപടിയുള്ള വാഹന പാർക്കിംഗ് ഇപ്പോഴും തുടരുന്നു. ടൗണിലെ നടപ്പാതകളിൽ വരെ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്ന സ്ഥിതിയുണ്ട്. ഇത് സുഗമമായ കാൽനട യാത്രയ്ക്ക് ബുദ്ധിമുട്ടുയർത്തുന്നു. സമയാനുസൃതമായി ട്രാഫിക് പരിഷ്കരണം സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളേണ്ടുന്ന ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി പോലും വേണ്ടവിധം നടക്കുന്നില്ലെന്ന ആക്ഷേപം ഉയരുന്നു. ട്രാഫിക് അഡ്വൈസറി മീറ്റിംഗ് കൂടുകയോ അടിമാലിയിലെ ട്രാഫിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അടിമാലിയിലെ ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ അടക്കം ഒരുപാട് പ്രശ്നങ്ങൾ അവതാളത്തിലാണ്. നമുക്കറിയാം, അടിമാലിയിലെ അമ്പലപ്പടി മുതൽ മറ്റേ പാൽക്കോ പമ്പ് വരെയുള്ള പ്രദേശങ്ങൾ, സെൻറ്റ് മാർട്ടിൻ പള്ളി വരെയുള്ള ഭാഗങ്ങളൊക്കെ ഈ വഴിയോര കച്ചവടം നിരോധിത മേഖലയാണ്. പക്ഷേ അവിടെയെല്ലാം വാഹനങ്ങൾ കൊണ്ടുപോയിട്ട് നിരോധിക്കപ്പെട്ട രീതിയിലുള്ള കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തലങ്ങും വിലങ്ങും പാർക്കിങ്, ഇതുപോലെ ടാക്സി പാർക്കിങ്ങുകൾ, അതുപോലെ വാഹന വിൽപ്പനക്കാരുടെ വാഹനങ്ങൾ, ഇവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകുന്ന ആളുകൾ ഇവിടെ വാഹനങ്ങൾ ഇട്ടിട്ട് പോകുന്ന സാഹചര്യം, ഇതെല്ലാം റോഡിൽ തലങ്ങും വിലങ്ങും കിടക്കുമ്പോൾ ചില സാഹചര്യങ്ങളിൽ യഥാർത്ഥത്തിൽ കടകളിൽ കയറാൻ വരുന്ന ആളുകൾക്ക് അവിടെ വണ്ടി നിർത്തിയൊന്ന് കയറിപ്പോകാൻ പോലും സാധിക്കാത്ത തരത്തിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ് സ്റ്റാൻഡ് പരിസരത്തും താലൂക്ക് ആശുപത്രി പരിസരത്തും പോലീസ് സ്റ്റേഷൻ പരിസരത്തുമൊക്കെ വാഹനങ്ങൾ തോന്നുംപടി പാർക്ക് ചെയ്തു പോകുന്ന സാഹചര്യം ടൗണിൽ തിരക്ക് വർദ്ധിക്കാൻ ഇടയാക്കുന്നു. വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുൻപിലെ അനധികൃത പാർക്കിംഗ് വ്യാപാരികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. വൺ വേ റോഡുകളിൽ നിബന്ധന പാലിക്കാതെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്നു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി മൂന്നാറിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തുന്നതോടെ അടിമാലി ടൗണിൽ ഇനിയും തിരക്കേറും. ന്യൂസ് ബ്യൂറോ, അടിമാലി.